ഗൈസ്, ഒരു എമ്പുരാൻ മൂവി റിലീസായതിനു ശേഷം എന്തൊക്കെ വിവാദങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ രാജുവേട്ടനും ടീമും ചെറുതായിട്ട് ഇന്ത്യയുടെ ഭീകരവാദി ലിസ്റ്റിലൊക്കെ വന്നതുപോലെയാണ്. പക്ഷെ ഒന്ന് ആലോചിച്ചാൽ ഇവിടെ ആർക്കാണ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കുന്നത്? ഈ മൂവിയുടെ പിന്നെ പ്രവർത്തിച്ച ടീമിന് തന്നെ. അപ്പോൾ ഈ വിവാദങ്ങൾക്കിടയിലൂടെ അവർ മുടക്കിയ ആ മുടക്കുമുതലിൻ്റെ ഇരട്ടി അവർക്ക് തിരിച്ചു കിട്ടിക്കാണും. ഇതിനിടയിൽ മേജർ രവി വന്ന് കുറച്ച് ട്രോൾസൊക്കെ വാങ്ങി എയറിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ വേറൊരു സൈഡിൽ കേൾക്കുന്നൊരു ന്യൂസ് ഉണ്ട്, പൃഥ്വിരാജ് പൈശാചികതയെ സപ്പോർട്ട് ചെയ്യുന്ന മൂവീസ് മാത്രമേ ചെയ്യാറുള്ളൂ എന്ന്. അങ്ങനെ പറയുന്നവർക്ക് ഞാനൊരു മൂവി സജസ്റ്റ് ചെയ്യാൻ. നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കുന്ന ഒരു മൂവിയാണ്. അതിലെവിടെയാണ് പൈശാചികതയെ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ കണ്ടില്ല. ആ മൂവി കണ്ടവർക്ക് മനസ്സിലാവുന്ന ഒരു മെസ്സേജ് ഉണ്ട്, തത്വമസി. അതിൻ്റെ അർത്ഥം അറിയില്ല, അതൊരു ഗൂഗിളിൽ പോയി ഒന്ന് സെർച്ച് ചെയ്യണതും നല്ലതായിരിക്കും. അങ്ങനെ മൂവീസൊക്കെ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ടെന്നേ. പിന്നെ പൈശാചികതയും കാണിക്കുന്ന കുറച്ച് മൂവീസ് ഞാൻ പറയാം. 7th ഡേ, ആദം ജോൺ, എസ്ര, അങ്ങനെ കുറച്ച് മൂവീസൊക്കെ ഉണ്ട്. ഈ മൂവീസിലെല്ലാത്തിലും കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു മെസ്സേജും ഉണ്ട്. അതിൻ്റെ ക്ലൈമാക്സ് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും. നെഗറ്റീവ് എത്രത്തോളം വളർന്നാലും അന്തിമ വിജയം എന്നത് പോസിറ്റീവിന് മാത്രമായിരിക്കും. പൃഥ്വിരാജ് ഇല്ലുമിനാറ്റിയാണോ പൈശാചികതയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ മൂവീസൊക്കെ കണ്ടതിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നെഗറ്റീവ് അടിച്ചിരിക്കാണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങാം. അതോടുകൂടി നമ്മുടെ ലൈഫും അടിപൊളിയായിരിക്കും.